സമയത്ത് നിർത്തി പ്രാർത്ഥിച്ച് മണവാനാഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, 12 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കുവാൻ പോവുകയാണ്. ഒരുമിച്ച് വായിക്കുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാക്കി പോവുക. ബാക്കിയുള്ള കാര്യങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ദൈവങ്ങളിൽ ശ്രദ്ധപ്പെട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും നിലനിൽക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാകരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി ലഭിക്കുവാൻ ഹേതുവായിരുന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ ബന്ധിക്കുന്ന നീതീകരണത്തിലേക്ക് ഹേതുവായിരുന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകന്റെ നിമിത്തം മാറുമെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സത്യം ലഭിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനുള്ളവായി. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകരണമായി നീതീകരണം വന്നു. ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകം പാപികളായി പോകുന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകം നീതിമാന്മാരായി. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു. എങ്കിലും പാപം പെരുകേണ്ടത് കൃപാസനം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു സുന്ദാമനം ജീവനായി തന്നെ. മനസ്സിലായോ? നമുക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള 21 വരെയുള്ള വാക്യങ്ങൾ ആദമിനെയും യേശു കർത്താവിനെയും താരതമ്യപ്പെടുത്തിയുള്ളൊരു പഠനവും ആദമിൽ കൂടെ എന്ത് സംഭവിച്ചുവെന്നും യേശു കർത്താവിൽ കൂടെ എന്ത് സംഭവിച്ചുവെന്നും പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗവുമാണ് 5-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്ന വാക്യങ്ങൾ. ആദം പഴയ മനുഷ്യന്റെ ശിരസ്സായി നിൽക്കുമ്പോൾ ക്രിസ്തു പുതിയ സൃഷ്ടിയുടെ ശിരസ്സായി അറിയപ്പെടുന്നു. പഴയ മനുഷ്യന്റെ തലയാണ് ആദം. ആദമിൽ നിന്നാണ് എല്ലാ തലമുറകളും. കുഞ്ഞുങ്ങളുണ്ടായിരിക്കണേ, അരമണിക്കൂറേ ഉള്ളൂ, ശ്രദ്ധിക്കരുത്. ആദം പഴയ മനുഷ്യന്റെ ശിരസ്സാണ്, തലയാണ്. ആദമിൽ നിന്നാണ് എല്ലാ തലമുറകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആദം പഴയ മനുഷ്യന്റെ ശിരസ്സാകുന്നുവെങ്കിൽ പുതിയ മനുഷ്യൻ രൂപീകരിക്കപ്പെട്ടത്, പുതിയ മനുഷ്യൻ ഉളവായത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. നമുക്കറിയാം ആദമിന്റെ ജനനം അല്ലെങ്കിൽ ആദമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായം. നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും വാഴുവാനായി മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വന്നപ്പോഴും നമ്മൾ ചിന്തിച്ചു പറഞ്ഞു അല്ലേ? പിശാച് വെട്ടപ്പെടുവാനിടയായിട്ടും അല്ലെ, ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ മുകളിൽ തന്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞ ലൂസിഫർ അല്ലെ, പാഴും ശൂന്യമാകുന്ന ഭൂമിയിലേക്ക് അവൻ വീണ നിമിത്തം ഭൂമി പാഴും ശൂന്യമായെന്നൊക്കെ കർത്താവിന്റെ വിശുദ്ധത്തിൽ കൂടെ ആ അവസ്ഥയിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. അപ്പൊ പാഴും ശൂന്യമായി ഭൂമി തീർന്നു. ഭൂമിയെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് വേണ്ടി, സാത്താനെ ഒന്ന് കാണിക്കേണ്ടതിന് വേണ്ടി തന്റെ കരങ്ങൾ കൊണ്ട് ഒരു സൃഷ്ടി നടത്തുവാൻ ദൈവം ആഗ്രഹിച്ച് ആ സൃഷ്ടിക്ക് സകല അധികാരവും നൽകി അവനെ ഭൂമിയിൽ വാഴുവാൻ അനുവദിച്ച് അവനെ കൊണ്ട് ദൈവത്തെ ആരാധിപ്പിക്കുവാനും പിശാചിനെ ലജ്ജിപ്പിക്കുവാനും ആഗ്രഹിച്ച ദൈവം തന്റെ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തന്റെ സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുവാൻ തീരുമാനമെടുക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ രഹസ്യം അവൻ ഭൂമിയിൽ സകലത്തിന്റെ മേൽ വാഴുക എന്നുള്ളതാണ്. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേൽ, പർവ്വജാതിന്മേൽ, മൃഗങ്ങളുടെ മേൽ, സർവ്വഭൂമിയിൽ മേലും വാഴുവാനുള്ള അധികാരം കൊടുത്ത്
മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആദിമ മനുഷ്യൻ പഴയ സൃഷ്ടിയുടെ മകുടമായി അല്ലെങ്കിൽ ശിരസായി തലയായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവാണ് പുതിയ സൃഷ്ടിയുടെ ശിരസ് അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയുടെ തല എന്ന് കാണുവാൻ കഴിയും. പഴയ മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്ന്, പഴയ പ്രകൃതത്തിൽ നിന്ന്, അതായത് ആദാമിൽ കൂടെ ആദാമിന്റെ സന്തത പരമ്പരകളായി ജനിച്ച നമ്മിൽ ആദമിന്റെ എല്ലാ ലംഘനങ്ങളും അനുസരണക്കേടുകളും വ്യാപരിക്കുന്നത് പോലെ ആ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനിലേക്ക് നാം രൂപാന്തരപ്പെടുന്ന പുതിയ മനുഷ്യന്റെ ശിരസ് അല്ലെങ്കിൽ പുതിയ മനുഷ്യനിലേക്ക് നമ്മെ സൃഷ്ടിക്കുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ യേശു കർത്താവാകുന്നു നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ്. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പഴയ മനുഷ്യന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരുന്നു, ആദമിന്റെ പ്രകൃതം നമ്മളിൽ ഉണ്ടായിരുന്നു, അനുസരണക്കേടിന്റെ പ്രകൃതം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ്, അല്ലെങ്കിൽ അത് ജലസ്നാനത്തിൽ കൂടെ നമുക്ക് എഴുതലേറെ പഠിക്കുമ്പോൾ ആ പഴയ മനുഷ്യനെ എന്നേക്കുമായി ജലത്തിൽ അല്ലെങ്കിൽ അടക്കം എന്ന് കാണിക്കാനായി, പഴയ മനുഷ്യനെ അടക്കി എന്ന് കാണിക്കാനായി നാം ജലത്തിൽ മുങ്ങപ്പെടുന്നു, സ്നാനപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ പഴയ മനുഷ്യൻ, പഴയ പ്രകൃതി, ആദമിന്റെ സ്വഭാവം, ആദമിന്റെ അനുസരണക്കേടുകളെല്ലാം, നമ്മളിൽ തുടരുന്ന അനുസരണക്കേടുകളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ നാം സ്വീകരിക്കുന്നു, പുതിയ മനുഷ്യനിലേക്ക് നാം വരുന്നു. അവൻ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാകുന്നു ഉണ്ടാകുന്നു, പുതിയ ജനനമാകുന്നു. പഴയ പ്രകൃതങ്ങളെല്ലാം തീർന്നു. അതിനൊക്കെ ദൈവം കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് പുതിയ മനുഷ്യനായി മാറുവാൻ കഴിയുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, തന്റെ ജീവനെ നൽകിയില്ലായിരുന്നെങ്കിൽ, പരമയാഗമായി തന്നെ അർപ്പിച്ചില്ലായിരുന്നെങ്കിൽ, പുതിയ സൃഷ്ടിയാകുവാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു. ക്രിസ്തു മുഖാന്തരമാണ് ദൈവത്തോടുള്ള ബന്ധം നമുക്കുണ്ടായത്. ദൈവത്തോട് അറ്റുപോയ ബന്ധത്തെ നിരപ്പിലൂടെ, ദൈവത്തോടുള്ള നിരപ്പിലൂടെ നമുക്ക് തിരികെ നൽകിയത് യേശു കർത്താവിന്റെ മരണ അടക്കം പുനരുത്ഥാനത്തോടു കൂടിയാകുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കർത്താവിനെ ആകുമ്പോഴാണ് നാം പുതിയ സൃഷ്ടിയാകുന്നത്. അപ്പോൾ പിതാവായ ദൈവം ആദമിനെ സൃഷ്ടിച്ചതുപോലെ, മണ്ണിൽ നിന്ന് ആദമിനെ ഉണ്ടാക്കിയതുപോലെ യേശു കർത്താവ് നമ്മെ ആത്മാവിൽ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. അപ്പോൾ പഴയ മനുഷ്യന്റെ ശിരസ് തല ആദമും പുതിയ മനുഷ്യന്റെ ശിരസ് കർത്താവുമാകുന്നുണ്ട് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. എഫേസ്യർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. എഫേസ്യർ 2:10 നാം എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഈ ലോകത്തിൽ പ്രാപിച്ച് ജീവിക്കാൻ വേണ്ടിയാണോ നാം സൃഷ്ടിക്കപ്പെട്ടത്? അത് മാത്രമല്ല, അത് ദൈവം നമുക്ക് നൽകും. അത് മാത്രമല്ല, നാം പുതിയ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. അതാണ് എഫേസ്യ ലേഖനം പറയുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു സൽപ്രവർത്തിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ മാനസാന്തര ജീവിതം, ഒരു പുതിയ ശൈലിയിലുള്ള, പുതിയ ക്രമീകരണത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിനായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അവന്റെ കൈപ്പണിയായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് നാം ജനിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ് റാസക്കേമിൽ നിന്ന് ജോലി ചെയ്യുവാൻ, റാസക്കേമിൽ ഇതുപോലെ ഈ ഹോളിൽ നിന്ന് ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കാൻ, ഈ വചനം കേൾക്കുവാൻ ഒക്കെ ദൈവം മുന്നമേ നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാലത്ത് ആരുടെയൊക്കെയോ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുവാൻ, ആരുടെയോ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ, എപ്പോഴോ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിപ്പാൻ ഒക്കെ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോഴും അവന്റെ സൽപ്രവർത്തിക്കായി, അവന്റെ കൈപ്പണിക്കായി, ദൈവിക ഉദ്ദേശത്തിനായി നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇന്നലകളിലോ കഴിഞ്ഞ വർഷങ്ങളിലോ രക്ഷിക്കപ്പെട്ട വർഷത്തോ അല്ല നടന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് വേണ്ടി നൽകി. 2025 പല വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ നമുക്ക് വേണ്ടി നൽകി, അല്ലേ? നാം ജനിക്കുന്നതിന്, നമ്മുടെ പിതാക്കന്മാരുടെ ജനനത്തിന് മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരേണ്ടതിന് ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി കൂടെ വന്നു.
നമ്മുടെ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറകൾക്ക് വേണ്ടി കൂടാണ് കർത്താവ് വന്നത്, കർത്താവ് യാഗമായി തീർന്നത്. അപ്പൊ എന്തിനാണ്? സൽപ്രവർത്തിക്കായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. എന്താണ് ആദമും യേശു കർത്താവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പല വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദമിനെ സംബന്ധിച്ചോളം ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി. ആദം എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ആദം പാപം ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? 2 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളാണ് നമുക്കറിയാവുന്ന ഭാഗങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തന്നെ, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, അല്ലേ? ഇവിടെ സത്യത്തിൽ ആത്മിക മരണവും ഭൗതിക മരണവും ഒരുപോലെ സംഭവിക്കുന്നുണ്ട്. ആത്മിക മരണം ആദ്യമായി സംഭവിക്കുന്നു, പിന്നത്തേതിൽ അത് മരിക്കുന്നുണ്ട്. അപ്പോൾ ശാരീരിക മരണവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം സംഭവിച്ചത് ആത്മിക മരണമാണ്. ദൈവ തേജസ്സിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടു, അല്ലേ? കാവലമാസം പറഞ്ഞല്ലേ, ഞാൻ ദൈവമായിട്ട് ചേർന്ന് ഒരുമിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കാണിച്ചല്ലേ, സ്ത്രീയെ എനിക്ക് തന്നതുകൊണ്ട്, അല്ലേ? സ്ത്രീ എനിക്ക് കൂട്ടായി നൽകിയത് കൊണ്ട്. അപ്പൊ സ്ത്രീ ആരെ കാണിച്ചു? ഞാനല്ല, ആരാ? പിശാച്, അല്ലേ? പാമ്പ് എന്നെ പ്രേരിപ്പിച്ചതാണ്. ആദം സ്ത്രീയെ കൂടി കണ്ട ഇവള് കാരണമാണെന്ന് പറഞ്ഞപ്പോ ഹവ്വയോട് ചോദിച്ചു, ഹവ്വ പറഞ്ഞു ഞാനല്ല, പാമ്പ് കാരണമാണെന്നിങ്ങനെ പരസ്പരം കുറ്റം ചാരി പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അവർ പാപം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നോക്കണേ, ആ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം കഴിക്കാം, ഒറ്റ വൃക്ഷം മാത്രമേ തൊടരുതെന്ന് തിന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, ബാക്കി എല്ലാ ഭക്ഷണം അവർക്ക് കഴിക്കാമായിരുന്നു. എന്നാൽ തൊടരുതെന്ന് അല്ലെങ്കിൽ തിന്നരുതെന്ന് പറഞ്ഞ, അല്ലേ, ആ ഫലം അത് ഭക്ഷിക്കുവാനായിട്ടിടയായി തീർന്നു. 3:6 പറയുന്ന ആ വൃക്ഷമെല്ലാം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. അപ്പോൾ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇരച്ചു കയറി പാപം നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. പാപം ഒരു ആക്ഷനായി സംഭവിക്കുന്നതിന് മുമ്പ്, നമ്മളൊരു ആക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മളൊരു പാപം ചെയ്യുന്നതിന് കടക്കുന്നതിന് മുമ്പ്, അതെന്ത് പാപമാണെങ്കിലും ആയിക്കോട്ടെ, ഒരു പാപം പ്രവൃത്തി പദത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ്, ആ പ്രവൃത്തി പദത്തിൽ വരുന്നതിന് മുമ്പ് പാപം സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിലാണ്. കണ്ണിൽ നിന്ന് അത് ചിന്തകളിലേക്ക് മാറും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഹവ്വ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൾ ആദ്യം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും, അപ്പൊ അവിടെ ആ ഫലം ആകർഷിച്ചത് അവിടെ കണ്ണാണ്, അല്ലേ? തിന്മാൻ നല്ലതെന്നും കാണാൻ ഭംഗിയുള്ളതെന്നും അവള് കണ്ണുകൊണ്ട് ആദ്യം ഡിസൈഡ് ചെയ്തു. കണ്ണിൽ ഡിസൈഡ് ചെയ്ത ആ പാപം എവിടേക്ക് തിരിഞ്ഞു? ചിന്തകളിലേക്ക് പോയി. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം കൊണ്ട് ബ്രെയിനിലേക്ക് അത് പോയി. അത് ജ്ഞാനം ഉണ്ടാകാനുള്ളത്, ജ്ഞാനം നൽകുവാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ ചിന്ത. അപ്പൊ കണ്ണ്, ചിന്തകൾ കഴിഞ്ഞിട്ടാണ് കയ്യിലേക്ക് പാപം വന്നത്, അല്ലേ? പ്രവൃത്തി പദത്തിലേക്ക് അത് വന്നു. കാമ്യം കണ്ട് ഫലം പറിച്ചു, അത് കൈകൊണ്ടാണ്. അപ്പം ശരീരം കൊണ്ട് പാപം ചെയ്യുന്നതിന് മുമ്പ് കണ്ണുകൊണ്ട് പാപം ചെയ്തു, ചിന്തകൾ കൊണ്ട് പാപം ചെയ്തു. ചിന്തകൾ കൊണ്ടും കണ്ണുകൊണ്ടും പാപം ചെയ്യാതെ ഒരുവന് കൈകാലുകൾ കൊണ്ടോ ശരീരം കൊണ്ടോ പാപം ചെയ്യാൻ പറ്റിയത്. പാപം ഉത്ഭവിക്കുന്നത് നമ്മുടെ കണ്ണിൽ, നമ്മുടെ ചിന്തകളിലാണ്. ചിന്തകളെ താലോലിക്കുമ്പോൾ, കണ്ണിൽ കൂടെ കാണപ്പെടുന്ന കാഴ്ചകളെ താലോലിക്കുമ്പോൾ, ചിന്തകളെ താലോലിക്കുമ്പോൾ അത് നമ്മളെ പ്രവൃത്തി പദത്തിലേക്ക് നമ്മെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി നാം പിടിച്ചടക്കണമെന്ന് ദൈവത്തിൽ പഠിപ്പിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഏത് മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം സകല ജാതികളിലേക്കും സകല സന്തതി പരമ്പുകളിലേക്കും എന്ത് സംഭവിച്ചു? പാപം പരക്കപ്പെടുവാനിടയായിരുന്നു. എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നു. അപ്പോൾ പാപം ആദമിൽ ഉത്ഭവിച്ചു, സന്തതി പരമ്പുകളിലേക്ക് ആ പാപം അവരും ചെയ്തു. ആ പ്രകൃതി അവരുടെ മേൽ ഉണ്ടായിരുന്നു, ആ അനുസരണക്കാണ് അവരുടെ മേൽ ഉണ്ടായിരുന്നു. മറ്റ് സന്തതി പരമ്പരകളിലേക്കും അത് പകർന്നു, അവരും പാപം ചെയ്തു. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ച് ക്രിസ്തു പാപം ചെയ്തില്ല എന്ന് വചനം പറയുന്നു.
ആദ്യത്തെ പഴയ മനുഷ്യന്റെ ശിരസ്സായിരുന്ന ആദം, തലയായിരുന്ന ആദം പാപം ചെയ്ത് തുടങ്ങിയപ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ, യേശു കർത്താവ് പാപമില്ലാത്തവനായി ജനിക്കുകയും അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് ക്ലിയറായ വചനം, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയില്ല, ന്യായമായി വിധിക്കുന്നവന്റെ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്ത്, തന്നോട് പ്രതികരിച്ചവരെ, തന്നെ അടിച്ചവർക്കെതിരെ പ്രതികരിക്കുവാൻ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് അപ്പോഴും പറഞ്ഞത് അല്ലേ. ശിഷ്യന്മാരെ, പടയാളികളെ നോക്കി കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. തന്നെ അടിച്ചവരെ നോക്കി, പ്രവചിക്കാൻ കൽപ്പിച്ചവരെ നോക്കി ഭീഷണിപ്പെടുത്തുവാൻ, തിരിച്ചു സംസാരിക്കുവാൻ കർത്താവ് തയ്യാറാകുന്നില്ല. ശകാരിച്ചു, തിരികെ ശകാരിക്കുവാൻ അവൻ തയ്യാറായില്ല. കഷ്ടമനുഭവിച്ചു, കഷ്ടത്തിനെതിരെ പ്രതികരിക്കുവാൻ കർത്താവ്. അപ്പോൾ അധരം കൊണ്ട് പോലും, സംസാരം കൊണ്ട് പോലും കർത്താവ് പാപം ചെയ്തിട്ടില്ല എന്ന വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ആദ്യ മനുഷ്യനെ ഒറ്റ വർഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടും അവർ ബാക്കിയെല്ലാം കഴിക്കാമായിരുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ അല്ലേ. എന്നാൽ അത് ഒന്നും ഭക്ഷിക്കാതെ വിലക്കപ്പെട്ട കനി തന്നെ ഭക്ഷിച്ചു. പാപം ചെയ്തപ്പോൾ, ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ക്രിസ്തു പാപം അവനില്ലായിരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ക്രിസ്തു പാപം ചെയ്യാത്തവനായാൽ നാം ശകാരത്തിന് പകരം ശകാരം ചെയ്യരുത്, ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. നാം അവനെ അനുകരിക്കുന്നവനാണെങ്കിൽ നാം നമ്മുടെ വായിലും വഞ്ചന ഉണ്ടാകുവാൻ പാടില്ല. അപ്പോൾ 15-19 വാക്യങ്ങളിലേക്ക് നമുക്ക് തിരിയാം. ഈ ഇച്ചിരി കട്ടിയുള്ള ഭാഗങ്ങളാണിത്. 15-19 വാക്യത്തിൽ തിരിയാം. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകം മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ അനേകരെ ആദം പാപികളാക്കി മാറ്റി. അതാ സത്യം അല്ലേ. ആദം അനുസരണക്കേട് ചെയ്തുകൊണ്ട്, ആദം ലംഘനം ചെയ്തുകൊണ്ട് തന്റെ സന്തതി പരമ്പരകളെ എല്ലാം അവനെന്ത് ചെയ്തു? പാപികളാക്കി മാറ്റി. ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പാപികളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഭൂലോകത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെല്ലാം പാപികളായിട്ടാണ് ജനിക്കുന്നത്. ആദമിന്റെ പരമ്പരയാണ് അവർ അല്ലേ. അപ്പോൾ അവൻ സകലരെയും പാപികളാക്കി മാറ്റിയപ്പോൾ ക്രിസ്തു സകലരെയും നീതിമാന്മാരാക്കി മാറ്റി. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ കർത്താവിൽ പാപമില്ലായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ. കർത്താവിൽ പാപമില്ലായിരുന്നു, പാപം അറിഞ്ഞിട്ടില്ലായിരുന്നു കർത്താവ്. ആ പാപം അറിയാത്തവനെ പാപം ഒഴിയെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമ്മുടെ കർത്താവെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പാപം അവനെ അറിഞ്ഞിട്ടില്ല, പാപം ഒഴിയെ സകലത്തിലും അദ്ദേഹം കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ പാപം അവൻ അറിഞ്ഞിരുന്നില്ല, പാപം അവൻ ചെയ്തിട്ടില്ല എന്ന് പത്രോസ് ലേഖനം പറയുമ്പോൾ പാപം അവൻ അറിഞ്ഞിട്ടില്ല എന്ന് 2 കൊരിന്ത്യരിൽ എഴുതിയിരിക്കുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 1 പത്രോസ് 2:24 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന്. ആ വാക്യം വളരെ കൃത്യമായി യേശു കർത്താവ് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയാൻ പറ്റുന്ന വാക്യമാണ് ആ വാക്യം. എന്താണ്? എന്തിനാണ് കർത്താവ് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കർത്താവ് കയറിയതെന്ന് അല്ലെ. പഴയ നിയമത്തിൽ നമുക്കറിയാം, മഹാപുരോഹിതൻ ഒരു ആണിനെ എടുത്ത്, ഒരു കൊച്ചിനെ എടുത്തിട്ട് അല്ലെ, ആ യഹൂദന്മാരുടെ പാപം അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്ന വ്യക്തിയുടെ പാപം മുഴുവൻ ആ ആടിന്റെ മേൽ ചുമത്തും അല്ലെ. എന്നിട്ട് അതിനെ യാഗത്തിനായിട്ട് അർപ്പിക്കാൻ പറയും. അപ്പോൾ അതുപോലെ കർത്താവിന്റെ നമ്മുടെ പാപങ്ങളെ ചുമത്തും, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു അല്ലെ. പഴയ നിയമത്തിലെ മൃഗം, യാഗവസ്തു മനുഷ്യന്റെ പാപങ്ങളെ ചുമന്ന് എടുക്കുന്നത് പോലെ യേശു കർത്താവ് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ യാഗമാകുവാൻ കയറി. ഇതെന്തിനു വേണ്ടിയാണ്?
ഇത് നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. Praise the Lord. Hallelujah. Praise the Lord. ഒന്ന് തരുന്ന ലേഖനങ്ങളല്ല റോമർക്ക് എഴുതിയ ലേഖനം എനിക്ക് അറിയാം. പക്ഷെ ഇതിനകത്ത് ഈ സത്യങ്ങൾ കേട്ടിട്ടാണ് നാം കർത്താവിനെ സത്യത്തിൽ ആരാധിക്കുകയും ഉയർത്തുകയും ചെയ്യേണ്ടത്. യേശു കർത്താവിനെ കുറിച്ചുള്ള ദൂതരാണിത്. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അല്ലെ, നാം പാപം സംബന്ധിച്ച് മരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നോട്ടത്തിൽ, സംസാരത്തിൽ ഒന്നും പാപം വരാൻ പാടില്ല, അനുവദനീയമല്ല. നമ്മുടെ പഴയ മനുഷ്യൻ എന്നേക്കുമായി മരിക്കണം. ഇത് ഒരൊറ്റ പ്രോസസ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട നാൾ നാം തീരുമാനിച്ചു, പുതുജീവിതത്തിലേക്ക് വന്നു. സ്നാനപ്പെട്ട നാൾ നാം പുതുജീവിതത്തിലേക്ക് വന്നു. എങ്കിലും നമ്മുടെ ഓരോ ദിവസവും നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലും നോട്ടങ്ങളിലും ഭാവങ്ങളിലും ഇടപെടലുകളിലും ഒക്കെ എന്തുണ്ട്? പാപ സ്വഭാവങ്ങളുണ്ട്, പാപത്തിന്റെ സ്വാധീനങ്ങളുണ്ട്. എന്നാൽ അതിനൊക്കെ മരിക്കണം. നമ്മൾ അതിൽ മരിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓരോ നിമിഷവും. എപ്പോഴാണ് മാനസാന്തരം വേണ്ടത്? മാനസാന്തരം ഓരോ നിമിഷവും വേണം അല്ലേ? അരുതാത്തത് കാണുമ്പോൾ അന്നേരം ഒരു മാനസാന്തരം വേണം. അരുതാത്തത് കേൾക്കുമ്പോൾ അപ്പോഴൊരു മാനസാന്തരം വേണം അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാനസാന്തരം വേണം. ആരാധിക്കുമ്പോൾ ഒരു മാനസാന്തരം വേണം. അപ്പോൾ മാനസാന്തരം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മുടെ മരണം വരെയും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നാം പാപ സംബന്ധമായി എപ്പോഴും മരിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മൾ അടക്കിയ പഴയ മനുഷ്യൻ ഉയർന്നു വരുവാൻ അനുവദിക്കാതെ ഓരോ നിമിഷവും ഓരോ ദിവസവും അതിനെ മരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മൾക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറിയത്. ഇനി രണ്ടാമത്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ സൗഖ്യം നാം പ്രാപിക്കേണ്ടതിന്, നമ്മുടെ ശരീരത്തിൽ നാം വിടുതൽ അനുഭവിക്കേണ്ടതിന്, ശരീരത്തിൽ നമുക്ക് വ്യാധികൾ ഇല്ലാതായിരിക്കേണ്ടതിന്, അവരിൽ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല, അവരൊരു വ്യാധികളുള്ളവരുണ്ടായിരുന്നില്ല. ഇസ്രായേൽ ദിനത്തെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുവാൻ, ശരീരത്തിൽ രോഗങ്ങളില്ലാതാകുവാൻ, സൗഖ്യം നമുക്ക് ലഭിക്കേണ്ടതിന് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യത്തെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അനേകരെ പാപികളാക്കി മാറ്റിയപ്പോൾ, വരും തലമുറകളെ, പരമ്പര സന്തതികളെ ആദമിന്റെ പാപം പിന്തുടർന്നപ്പോൾ, നമ്മുടെ പഴയ മനുഷ്യനെ മരിക്കുവാൻ അനുവദിച്ച് നീതിക്ക് നാം ജീവിക്കേണ്ടതിന് നമ്മളിൽ പുതിയ മനുഷ്യനെ പകരുവാൻ ക്രിസ്തു നമ്മെ നീതിമാന്മാരാക്കിയെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്, ജീവനുള്ള ദേഹിയായിരുന്നു ആദം. അവൻ ജീവനുള്ള ദേഹിയായി എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായിരുന്നു. നമുക്കറിയാം അങ്ങനെയാണ് അല്ലേ? പിതാവായ ദൈവം, അവർ പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നല്ലേ? നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. നാം എന്ന് പറയുന്ന പ്ലൂറൽ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സിംഗുലർ പദമല്ല. അപ്പോൾ പിതാവായ ദൈവം മാത്രമല്ല തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നത്, പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഇറങ്ങി വന്ന് പ്ലൂറൽ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാം നമ്മുടെ സ്വരൂപത്തിൽ. അപ്പോൾ അവർ ഒരുമിച്ച് ഏതൻ തോട്ടത്തിലേക്ക് വന്നു അല്ലേ? മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്, ആദമിനെ സൃഷ്ടിക്കുകയാണ്. ആദമിനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു സ്കെലിറ്റൻ ഉണ്ടാക്കാതിരിക്കാം, ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല. എങ്കിലും അവരിലേക്ക് തന്നെ ശ്വാസം ഊതി എന്ന് എഴുതിയിരിക്കുന്നു. അവൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. ഒന്നാം മനുഷ്യനെ ജീവനുള്ള ദേഹിയായിത്തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും രണ്ടുപേരുടെ പ്രത്യേകതകൾ എന്താണ്? ആദം ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനാണ് അല്ലേ? ആദം ദൈവം ഇറങ്ങി വന്നു. നമ്മളിപ്പോ പറഞ്ഞു കേട്ടതുപോലെ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് അവനെ സൃഷ്ടിച്ച് തന്റെ ആത്മാവിനെ അവന്റെ മുമ്പിലും അവന്റെ മേൽ ഊതി അവൻ ജീവനുള്ള ദേഹിയായിട്ട് മുക്കിലേക്ക് ജീവശ്വാസം ഊതി എന്ന് എഴുതിയിരിക്കുന്നല്ലേ? അവൻ ജീവനുള്ള ദേഹിയായിട്ടുണ്ട്. അപ്പൊ അവൻ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയാണ്? ഭൂമിയിൽ, ഏദൻ തോട്ടത്തില. ആദം ഭൂമിയിൽ നിന്നുള്ളവനാണ്, ഏദൻ തോട്ടത്തിൽ നിന്നുള്ളവനാണ്. അവന്റെ സൃഷ്ടി ഏദൻ തോട്ടത്തിലായതുകൊണ്ട് അവൻ ഈ ഗ്രഹത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടായവനാണ്. എന്നാൽ യേശു കർത്താവിന്റെ ജനനമോ? യേശു കർത്താവിന്റെ ജനനം മറിയുടെ ഗർഭപാത്രത്തിൽ പുരുഷനെ അറിയാതെയാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടത്. യോസേഫിന് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിലും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാതെ ഇരിക്കുന്ന സമയത്താണ് മറിയയുടെ അടുത്ത പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നത്. അപ്പോൾ മറിയ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവില്ല അല്ലേ? അപ്പോൾ ആദം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മറിയയിൽ ഉത്പാദിതമായത് സ്വർഗത്തിൽ നിന്നാണ്. യേശു സ്വർഗത്തിൽ
നിന്നുള്ളവനാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ ഒരുവനായിരുന്നവൻ, വചനമായിരുന്നവൻ ജഡമായി തീർന്നു ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ മറിയയുടെ ഗർഭപാത്രത്തിൽ തെരഞ്ഞെടുത്ത് അവൻ പരിശുദ്ധാത്മാവിൽ മറിയയിൽ ഉത്പാദിതമായി. ആ ദൈവത്തിന്റെ വരവ് അല്ലെങ്കിൽ യേശു കർത്താവിന്റെ വരവ് സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ ആദം ഭൂമിയിൽ നിന്നുള്ളവനാണെങ്കിൽ യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 47 മുതൽ 49 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. മണ്ണുകൊണ്ടാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ആ ആദാമിന്റെ പ്രകൃതിയാണ് നമ്മുടെ ശരീരത്തിൽ, അല്ലേ? നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം നമ്മളിൽ നിന്ന് പോയാൽ, നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് പോയാൽ നാം ശവക്കല്ലറയിലേക്ക് ചേരും, അല്ലേ? മണ്ണിലേക്ക് ചേരും. കാരണം നാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്. നാം ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്, മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ടവരാണ്. എന്നാൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. യേശു കർത്താവ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനല്ല. പുരുഷന്റെ ഇഷ്ടത്താലുള്ളവനല്ല, പുരുഷ സന്തതിയായി ജനിച്ചവനല്ല. യോസഫിന്റെ വളർത്തപ്പനാണെങ്കിലും യോസഫിന്റെ മകനല്ല. അവൻ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാലാകുന്നു. അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. മാത്രമല്ല അവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് കണ്ടീഷൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ ആയ മനുഷ്യ സന്തതികളാണ്, പരമ്പരകളാണ് നമ്മൾ. നാം മണ്ണുകൊണ്ടുള്ളവരെ പോലെയാണ്. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഈ ശരീരം കൊണ്ട് ഉപേക്ഷിച്ചു പോകും, കൃതിക്കിരയായി തീരും, അല്ലേ? അടക്കപ്പെടുന്ന ശരീരം എത്ര കാലം കാണും? കുറെ നാളുകൾ കഴിഞ്ഞത് ചീഞ്ഞ് അളിഞ്ഞ് പുഴുക്കൾ കയറി അത് നഷ്ടമായി തീരും. അപ്പൊ ഈ കൂടാണ്, ഒരു കൂട്ടിലാണ് നാം താമസിക്കുന്നത്. ഈ മൺകൂടാരം ഉടഞ്ഞ് തകർന്നു പോകുവാനിടയായിത്തീരും. നമ്മുടെ അകത്ത് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് ദൈവത്തോട് ചേരുന്നത്. അപ്പോൾ ഈ ശരീരം, ഈ കൂട് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. അപ്പോൾ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്ന, അകത്ത് ആത്മാ നിറമുള്ള ഒരുവൻ ആരെ പോലെയായി മാറും? കർത്താവിനെ പോലെയായി മാറും, സ്വർഗീയനെ പോലെ ആയിത്തീരും. അതായത് യേശു കർത്താവിനെ പോലെ നാം ആയിത്തീരുകയാണ്. സ്വർഗീയന്റെ സ്വഭാവം, സ്വർഗീയന്റെ ശൈലി, സ്വർഗീയന്റെ രീതി എല്ലാം നമ്മളിൽ വരികയാണ്. അവന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ട്. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. ഇനി നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. യേശു കർത്താവിനെ പോലെ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അവനോടുകൂടെ നാം എടുക്കപ്പെടുമ്പോൾ അവനോടുകൂടെ നമ്മുടെ ശരീരം, അപ്പോൾ ഈ മണ്ണുകൊണ്ടുള്ള ശരീരം രൂപാന്തരപ്പെട്ട കർത്താവിന് തുല്യമാകുന്ന സ്വർഗീയ പ്രതിമയായി, പ്രതിമ എന്നുള്ള പദം ഇമേജ് എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രതിമയായി രൂപാന്തരപ്പെടും. കർത്താവ് എങ്ങനെയാണോ ആയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. താല്പര്യമുണ്ടോ? വേണ്ടിട്ട് അതാണ് ഏരിയാവിനെ കുറിച്ച് പ്രസംഗിക്കണോ? നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. മണ്ണുകൊണ്ടുള്ള ഈ ശരീരം മാറി കർത്താവിന്റെ ശരീരത്തോട് നാം രൂപാന്തരപ്പെടും. അപ്പോൾ ആദം മരണം കൊണ്ടുവന്നു. മരണം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്, മരണം ശകലിലേക്ക് പരന്നത് ആദം മൂലമാണെങ്കിൽ യേശു ജീവൻ കൊണ്ടുവന്നവനാണ്. 12-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ? ആദം ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ സകല മനുഷ്യനും മരണം പരന്നിരിക്കുന്നു. ഇനി 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലും അതേ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചുള്ള പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. അപ്പോൾ മനുഷ്യൻ മൂലമാണ് മരണമുണ്ടായി. ആദം മൂലമാണ് മരണം ലോകത്തിൽ വന്നത്. ആദമാണ് മരണത്തെ കൊണ്ടുവന്നത്. സകല മനുഷ്യന്റെ ആത്മിക മരണവും ഭൗതിക മരണവും പരത്തിയത് ആദമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മരിച്ചുള്ള പുനരുത്ഥാനം, നമുക്കൊരു ഉത്ഥാനം സംഭവിക്കണമെങ്കിൽ സ്വർഗത്തിലായിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ ഒരുവനായിരിക്കുന്ന കർത്താവ് അവൻ മനുഷ്യനായി തീർന്നാൽ മാത്രമേ ആ മനുഷ്യൻ മൂലം നമുക്കൊരു പുനരുത്ഥാനം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മരിച്ചുള്ള പുനരുത്ഥാനവും മറ്റൊരു മനുഷ്യൻ മൂലം ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം ആണെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നമുക്ക് ജീവൻ പകരുന്നത് കർത്താവാണ്. സമയം കഴിഞ്ഞു പോയല്ലോ. നമുക്ക് ജീവൻ പകരുന്നത് കർത്താവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ
നമുക്കെല്ലാവരും അറിയാത്ത വാക്യമാണ്. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിന്റെ കണ്ണനാണിത് അല്ലെ. മോഷ്ടിപ്പാനെന്ന മുടിപ്പാനെന്ന കള്ള ആദ്യവൻ മോഷ്ടിക്കും, പിന്നെ അവൻ മുടിക്കും, പിന്നെ അവൻ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും, അറുത്ത് കളയും, മുടിച്ചു കളയും. അങ്ങനെ പിശാച് വാദിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ എല്ലാ മേഖലകളിലും ശരീരത്തിൽ ആത്മാവിൽ. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചപ്പോഴല്ലേ നിങ്ങളുടെ പ്രാണനും ആത്മാവും അല്ലെ ശരീരവും ഒരുപോലെ വീണ്ടെടുപ്പ് നാളിൽ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടണം. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് വിടുതലുണ്ട്, എല്ലാ മേഖലകളിലും നമുക്ക് ജീവനുണ്ട്. നമ്മുടെ ശരീരത്തിൽ ജീവനില്ലാത്ത മേഖലകളുണ്ടെങ്കിൽ, രോഗത്തിന്റെ ശക്തികളുണ്ടെങ്കിൽ അതിനെ മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ശരീരത്തിലെ വീണ്ടെടുപ്പ്, ആത്മാവിന്റെ വീണ്ടെടുപ്പ്, ജീവന്റെ വീണ്ടെടുപ്പ്. അപ്പോൾ അറുക്കുവാനും മുടിപ്പാനും കള്ളൻ വരുന്നെങ്കിൽ സമൃദ്ധിയായ ജീവൻ പകരുവാൻ. എഫേസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പോൾ ആദമേ എന്തുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് പാപത്തിനോടൊരു ആഗ്രഹം വരുന്നത്? എനിക്ക് പാപത്തിനൊന്നും ആഗ്രഹമില്ല എന്ന് നമ്മൾ പറഞ്ഞാലും ചിലപ്പോഴെങ്കിലും നമ്മുടെ ചിന്തയിലോ സംസാരത്തിലോ നോട്ടത്തിലോ ഒക്കെ പാപത്തിനോടുള്ള ഇഷ്ടം വരും അല്ലെ, പാപത്തിനോടുള്ള ആഗ്രഹം വരും. ഇത് നമ്മുടെ കുഴപ്പമല്ല, സത്യത്തിൽ ഇത് നമ്മുടെ മേലുള്ള പ്രകൃതിയാണ്. ഇത് ആദമിന്റെ പ്രകൃതി എന്നാണ് പറയുന്നത്. ആദമിന്റെ സ്വഭാവം, ആദമിന്റെ പ്രകൃതി നമ്മളിലേക്ക് പകരപ്പെട്ടതുകൊണ്ടാണ് പാപത്തെ സ്നേഹിക്കാനുള്ളൊരു ത്വര അല്ലെങ്കിൽ പാപത്തെ ഇഷ്ടപ്പെടാനുള്ളൊരു ആഗ്രഹം ഹൃദയത്തിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ വരുന്നതിന്റെ കാരണം ആ പ്രകൃതിയിൽ നാം ജീവിക്കുന്നതുകൊണ്ട്. അവന്റെ പ്രകൃതി അവനിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ മനോവികാരങ്ങൾക്ക് ഒത്തവണ്ണം ജീവിക്കാൻ, നമുക്ക് നമ്മുടെ ജഡത്തിന് ഇഷ്ടമായത് ജീവിക്കുവാൻ, നമ്മുടെ ജഡമോഹങ്ങൾക്ക് ഇഷ്ടമായത് ജീവിക്കുവാനുള്ള ത്വര നമുക്കുണ്ടാകുന്നത് ആ പ്രകൃതിയാൽ നമുക്ക് ലഭിച്ചതാണ്. അങ്ങനെ നാം കോപത്തിന്റെ മക്കളായി. അതുകൊണ്ടാണ് 11-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഒരു വാക്യം വായിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഈ പാപത്തിൽ നിന്ന്, ഈ പ്രകൃതിയിൽ നിന്ന്, പാപം ചെയ്യാനുള്ള പ്രകൃതി അല്ലെങ്കിൽ ആ ടെൻഡൻസി, പാപം ചെയ്യാനുള്ള ആഗ്രഹം, പാപം ചെയ്യാനുള്ള ആഗ്രഹം ബന്ധക്കോസുകാർക്കുണ്ട് അല്ലേ. വിശുദ്ധ ജീവിതം നയിക്കുന്നതൊക്കെ പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരാണെങ്കിലും അകത്ത് ചിലപ്പോൾ ആഗ്രഹങ്ങളും അല്ലെ ചിന്തകളും ഒക്കെ കാണും. പാപത്തോടെ ഒരു ഇഷ്ടം വരും. അത് നമ്മുടെ കുഴപ്പമില്ല, പ്രകൃതിയാണ്. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ അടക്കിയെങ്കിലും ചിലപ്പോഴൊക്കെ അത് പൊങ്ങി വരും. അതുകൊണ്ടാണ് മാനസാന്തരം എപ്പോഴും ആവശ്യമായിരിക്കുന്നു എന്ന് പറയുന്നത്. എപ്പോഴും ഓരോ നിമിഷവും അത് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രകൃതിയെ മാറ്റുന്ന മറ്റൊരു പ്രകൃതി സംഭവിച്ചിരിക്കുകയാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ അതുകൂടെ ധ്യാനിച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി കണ്ട എന്തിനൊക്കെയാ ജീവനും ശക്തിക്കും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ് അല്ലെ. നമുക്ക് ആവശ്യമായുള്ള ജീവൻ, നമുക്ക് ആവശ്യമായുള്ള ഭക്തി, എന്നൊക്കെ ആവശ്യമായിട്ടുള്ള ദിവ്യശക്തി അവൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. എങ്ങനെ? നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, മഹത്വത്താൽ, കർത്താവിന്റെ മഹത്വമുണ്ട്, കർത്താവിന്റെ വീര്യമുണ്ട്, നമുക്കൊരു ദിവ്യശക്തി ലഭിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ലഭിക്കുക. അടുത്ത വാക്യമാണ് ശ്രദ്ധേയമായ വാക്യം, 4-ാമത്തെ വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. എന്താണ് ആ വാഗ്ദത്തം? ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന്, കണ്ടോ, മറ്റൊരു പ്രകൃതി നമ്മിലേക്ക് വരികയാണ്. ആദാമിന്റെ പ്രകൃതി എന്തായിരുന്നു? പാപം ചെയ്യണം എന്നുള്ള ടെൻഡൻസി ആയിരുന്നു. അതൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞ് അപേക്ഷിച്ച് കർത്താവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് നാം തീരുമ്പോൾ, അത് ഓരോ നിമിഷവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യ സ്വഭാവത്തിന്റെ പ്രകൃതി നമ്മിലേക്ക് വന്നു ചേരും. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എന്ത് ചെയ്യണം? ലോകത്തിലുള്ള മോഹം വെടിയണം, നാശം വിട്ടൊഴിയണം അല്ലേ. അങ്ങനെ കർത്താവിലേക്ക് പറ്റി നിന്ന് ആദമിൽ നിന്ന് ലഭിച്ച പാപം ചെയ്യാനുള്ള പ്രകൃതി അല്ലെങ്കിൽ ടെൻഡൻസി പൊളിച്ചു കളഞ്ഞ് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. എളുപ്പമുള്ള കാര്യമല്ല. പ്രാർത്ഥനയും ഡെഡിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് വിലയേറിയതും
അതിമഹത്വമായ വാഗ്ദത്തമാണ്. നമ്മുടെ കണ്ണുള്ള ദിവസം അടയ്ക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ കുറിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ്. നമ്മുടെ പഴയ മനുഷ്യൻ ഒരിക്കലായി അടക്കപ്പെട്ടതാണ്, എങ്കിലും പാപത്തിന്റെ ടെൻഡൻസി ഉള്ള ശരീരത്തിലാണ് നാം ജീവിക്കുന്നത്. പാപപ്രകൃതി നമ്മെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതമല്ലാത്തത് കാണുവാൻ, ദൈവഹിതമില്ലാത്തത് ചെയ്യുവാൻ, ദൈവഹിതമില്ലാത്തത് പറയുവാൻ, ദൈവമില്ലാത്തത് ചിന്തിക്കുവാൻ, പാവപ്രകൃതിയുടെ ടെൻഡൻസിയിൽ, പാവപ്രകൃതിയിൽ ആദമിൽ നിന്ന് പകരപ്പെട്ട പാവപ്രകൃതിയിലാണ് നമ്മുടെ ശരീരം ഇപ്പോഴും ആയിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. കർത്താവിന്റെ മടങ്ങിവരവിലാണ് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്. അതുവരെയും നമ്മൾ ഈ പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. കാണുന്നത്, ചിന്തിക്കുന്നത്, നടക്കുന്നത്, നോക്കുന്നത് എല്ലാം പാപത്തിന്റെ നടുവിൽ നാം ജീവിക്കുമ്പോൾ അതിലേക്ക് ഇഴുകിച്ചേരാനുള്ള ഒരു പ്രകൃതി, ഒരു ടെൻഡൻസി ആദമിൽ നിന്ന് നമ്മിൽ പകരപ്പെട്ടതാണ്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, മറ്റൊരു മഹത്തായ വാഗ്ദത്തമുണ്ട്, വിലയേറിയതായ മറ്റൊരു വാഗ്ദത്തമുണ്ട്. ദിവ്യ സ്വഭാവത്തിന്റെ പ്രകൃതി നമുക്ക് പകരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളെ ശുദ്ധീകരിക്കുവാൻ, ചിന്തകളെ ശുദ്ധീകരിക്കുവാൻ, അതരങ്ങളെ ശുദ്ധീകരിക്കുവാൻ നാം ഏൽപ്പിച്ച് യേശു